അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 235 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروه واعلموا أن الله غفور حليم. വലാ തഅസിമു വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പല്ലിനെ ചുണ്ടി തട്ടിക്കാതെ നോക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. തഅസിമു ഐനിന് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൊൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഓതുക കേട്ടോ. മീമിൻ്റെ കൂടെ മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഉഖ്ദതൻ നിക്കാഹ് അയിനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. പിന്നെ കൊൽക്കല ലെറ്ററും കൂടിയാണ്, അപ്പോൾ സുക്കൂനിൻ്റെ സൗണ്ടിനെ ഫുള്ളായിട്ട് കേൾപ്പിക്കുക കേട്ടോ. ഫുൾ സുക്കൂന് കൊടുക്കുക. നൂനിൻ്റെ ശബ്ദ വന്നു, അഖ്മൽ ഉന്നനാണ്, നന്നായിട്ട് മുണിച്ചു കൊടുക്കുക. കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക കേട്ടോ. കാഫിൻ്റെ കൂടെ അലിഫ് മദും വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. حتى يبلغ الكتاب أجله തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. താക്ക് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. അലിഫ് സ്വഗീറയും കൂടെ വന്നു, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. യബ്ലുഗ ബ കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. സുക്കൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ഐനിൻ്റെ മഖ്റജ് വരുന്നത് അദ്നൽ ഹൽഖാണ്. തൊണ്ടയുടെ ആദ്യ ഭാഗം സൗണ്ടിനെ ഐനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. യബ്ലുഗൽ കിതാബു അജലഹ് ലാം കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ത കൂടെ അലിഫ് സ്വഗീറ വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഇവിടെ അവസാനത്തിൽ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി നമ്മൾ വഖഫ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാം കേട്ടോ. യബ്ലുഗൽ കിതാബു അജലഹ് അതുപോലെ വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വഅലമൂ അന്നല്ലാഹ് വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാം കേട്ടോ. മീമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുഫസിലാണ്, 2 or 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. അന്നല്ലാഹ് നൂനിന് ശബ്ദ വന്നു, അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് ഫതഹ വന്നല്ലോ, അതുകൊണ്ട് നമ്മൾ അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. യഅലമു മാ ഫീ അൻഫുസികും ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരണം. പിന്നെ കൊൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഫ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്, 2 or 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. ഫീ അൻഫുസികും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഫ വന്നിട്ടുണ്ട്. അപ്പോൾ നൂൻ സാക്കിനെ നമ്മൾ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ അവിടെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. ഒന്ന് ഹൈഡ് ചെയ്യും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കും ചെയ്യുക കേട്ടോ. അൻഫുസികും നമ്മുടെ നാവിനെ മുകളിൽ തട്ടിക്കാതെ നോക്കാം. അൻഫുസികും ഫഹ്ദറൂഹ് ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാം. ദാലിനെ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ദാലിൻ്റെ മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ ടിപ്പും മേലെ മുൻപല്ലിൻ്റെ ടിപ്പും ചേർന്നിട്ടാണ്. അപ്പോൾ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. റോ വമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. വൗമത് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നു. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി
വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഹ സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക. അങ്ങനെ വഖഫ് ചെയ്യുന്ന സമയത്ത് അവിടെ മദ് ആറ് സുക്കൂനായിട്ട് മാറും. അപ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അൻഫുസികും ഫഹ്ദറൂ, അതുപോലെ വഅലമൂ അന്നല്ലാഹ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. അയിനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാം. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. വഅലമൂന്നൊന്നും ഓതിപ്പോവരുത്. വഅലമൂ. മീമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളത് മറ്റൊരു വേർഡിലായിട്ടാണ്. മദ് ജായിസ് മുൻഫസിലാണ്. 2, 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അഖ്മൽ ഒന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. മീമിനും നൂനിനും ശ്രദ്ധ കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് ഫതഹ് വന്നു. അപ്പോൾ നമ്മൾ അവ്വ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഗഫൂറുൻ ഹലീം. ഗൈനിൻ്റെ മഖ്റജ് വരുന്നത് അദ്നൽ ഹൽക്കാണ്. തൊണ്ടയുടെ ആദ്യ ഭാഗം, നമ്മുടെ തൊണ്ട തുടങ്ങുന്ന ഭാഗത്തു നിന്നാണ് ഗൈന് പുറപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക കേട്ടോ. ഗൈന് പിന്നെ ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിൽ പെട്ടതുമാണ്. അപ്പോൾ നാവിൻ്റെ ബേക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്രീൻ ചെയ്യുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. വൗമദ് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. റോക്ക് വൊമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇവിടെ ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നു. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിന് നമ്മളവിടെ വ്യക്തമായിട്ട് കേൾപ്പിക്കണം. ഗഫൂറുൻ, ശരിക്ക് നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ഗഫൂറുൻ ഹലീം. ഇവിടെ തെൻവീനെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും തെൻവീന് മറ്റൊരു രൂപത്തിലാണ് കാണുന്നത് അല്ലേ. ഒരു വൊമ്മയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു റാ തിരിച്ചിട്ട പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ തെൻവീനിൽ ഇവഹാറിൽ മാത്രമാണ് തെൻവീനിനെ ഇതുപോലെ കാണുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാം. ഇനി ഇവിടെ മദ് ആറ് സുക്കൂനിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വഅലമൂ അന്നല്ലാഹ ഗഫൂറുൻ ഹലീം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.